Romanticism and Neoclassicism. Romantic period is generally understood as the group of writers whose sensibilities stood in opposition to the neoclassical modes of writing and worldview that was prevalent until 18th century. റൊമാൻറ്റിക് ക്രീഡ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് 18th സെഞ്ച്വറി വരെ അവിടെ നിലവിലുണ്ടായിരുന്ന നിയോ ക്ലാസിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിങ്ങിനെതിരെ അതിനെ ഒപ്പോസ് ചെയ്തിരുന്ന ഒരു കൂട്ടം എഴുത്തുകാരെയാണ് പ്രധാനമായിട്ടും റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. നിയോ ക്ലാസിസിസം ഓഫ് ദ 17th century sought to revive the artistic ideals of antiquity and was characterized by a preference for order, sophistication, elegance of diction and clarity. ഇനി 17th centuryയിലെ നിയോ ക്ലാസിസിസം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ഐഡിയൽസ് ഓഫ് ആൻറ്റിക്വിറ്റി, അതായത് പഴമയുടെ ആ ആർട്ടിസ്റ്റിക് ഐഡിയൽസിനെയൊക്കെ റിവൈവ് ചെയ്യാൻ, അതായത് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ. ആൻഡ് ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ പ്രിഫറൻസ് ഫോർ ഓർഡർ. അവരവരുടെ വർക്കുകളിൽ ഒരു ഓർഡറിനുള്ള ഒരു പ്രിഫറൻസ്, അതായത് നമ്മൾ കൺവെൻഷണൽ ഓർഡർ ഉണ്ടല്ലോ, ഒരു പ്ലോട്ട് എങ്ങനെയായിരിക്കണം, അതിന് ഒരു ബിഗിനിങ് മിഡിൽ എൻഡ് അങ്ങനെയൊക്കെയുള്ള ഒരു കറക്റ്റ് ഓർഡറിനെ ഫോളോ ചെയ്യുന്ന, അതിൽ അവരുടെ സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജിൽ കാര്യങ്ങൾ പറയുന്ന, ദെൻ എലഗൻസ് ഓഫ് ഡിക്ഷൻ ആൻഡ് ക്ലാരിറ്റി. അവരുടെ എഴുത്തുകളിൽ ആ ഡിക്ഷൻ നല്ല ഹൈലി നല്ല ചാരുതയോടെയുള്ള ലാംഗ്വേജും അതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ, അതായത് ക്ലാസിസിസത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ, അതാണ് നിയോ ക്ലാസിസിസം അല്ലെങ്കിൽ നിയോ ക്ലാസിക് റൈറ്റേഴ്സ്. ഇറ്റ്സ് അപ്പീൽ വാസ് ടു ദ ഇൻ്റലക്ട് റാദർ ദാൻ ടു ഇമാജിനേഷൻ. ഇനി നിയോ ക്ലാസിസത്തിൽ അവർ പ്രധാനമായിട്ടും മുന്നം വെച്ചിരുന്നത് ഇൻ്റലക്റ്റിനെ ആയിരുന്നു, റാദർ ദാൻ ഇമാജിനേഷനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം അവർ നൽകിയിരുന്നത് ഇൻ്റലക്റ്റിനായിരുന്നു, അതായത് റീസൺ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ലിറ്ററേച്ചർ ഓഫ് ദ ടൈം വാസ് സറ്റൈറിക്കൽ ആൻഡ് ഡിഡാക്റ്റിക്. ആ കാലഘട്ടത്തിലെ നിയോ ക്ലാസിക്കൽ റൈറ്റിങ്സിലെ ആ ലിറ്ററേച്ചറിൽ പ്രധാനമായ കൃതികളെല്ലാം സറ്റൈറിക്കലോ ഡിഡാക്റ്റിക്കോ ആയിരുന്നു. ഒന്നുകിൽ സമൂഹത്തെ സറ്റൈറിക്കൽ വേയിലൂടെ സമൂഹത്തെ നന്നാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഡിഡാക്റ്റിക് എഡ്യൂക്കേറ്റീവ്, എന്തെങ്കിലും നല്ലതായിട്ടുള്ള എഡ്യൂക്കേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറെല്ലാം. ഡ്രൈഡൻ, പോപ്പ്, സ്വിഫ്റ്റ്, അഡിസൺ ആൻഡ് ജോൺസൺ were all exponents of the neoclassical creed. ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ജോനാഥൻ സ്വിഫ്റ്റ്, അഡിസൺ ആൻഡ് സാമുവൽ ജോൺസൺ, ഇവരൊക്കെയായിരുന്നു നിയോ ക്ലാസിക്കൽ ക്രീഡിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്. ദേ എക്സിബിറ്റഡ് എ സ്ട്രോങ് ട്രഡീഷണലിസം ആൻഡ് ഷോഡ് ഇമ്മെൻസ് റെസ്പെക്റ്റ് ഫോർ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഈ നിയോ ക്ലാസിക് റൈറ്റേഴ്സ് അവർക്ക് ട്രഡീഷണലിസത്തോട് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. ട്രഡീഷണലായിട്ട് കൺവെൻഷണലായിട്ടുള്ള കാര്യങ്ങളോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ക്ലാസിക്കൽ റൈറ്റേഴ്സിനോട് അവർക്കൊരു പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസിക്കൽ വേ ഓഫ് റൈറ്റിംഗ് അവർ അവരുടെ കൃതികളിലൂടെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതാണ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ദ ജർമ്മൻ പോയറ്റ് ഫ്രെഡറിക് ഷ്ലേഗൽ defined romanticism as literature depicting emotional matter in an imaginative form. ജർമ്മൻ പോയറ്റായിട്ടുള്ള ഫ്രെഡറിക് ഷ്ലേഗൽ റൊമാൻറ്റിസിസത്തെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ലിറ്ററേച്ചർ ഡെപ്പിക്റ്റിംഗ് ഇമോഷണൽ മാറ്റർ ഇൻ ആൻ ഇമാജിനേറ്റീവ് ഫോം. വളരെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെ ഇമാജിനേറ്റീവായിട്ടുള്ള ഒരു തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള ലിറ്ററേച്ചർ, ദാറ്റ് ഈസ് റൊമാൻറ്റിസിസം അക്കോർഡിംഗ് ടു ഫ്രെഡറിക് ഷ്ലേഗൽ. വിക്ടർ ഹ്യൂഗോ കോൾഡ് ഇറ്റ് ലിബറലിസം ഇൻ ലിറ്ററേച്ചർ. വിക്ടർ ഹ്യൂഗോ റൊമാൻറ്റിസിസത്തെ വിശേഷിപ്പിച്ചത് ലിബറലിസം ഇൻ ലിറ്ററേച്ചർ എന്നാണ്. അതായത് ലിറ്ററേച്ചറിൽ സാഹിത്യത്തിലെ ഒരു ലിബറലിസം ആയിട്ടാണ്, അതായത് കൂടുതൽ സ്വാതന്ത്ര്യം സാഹിത്യത്തിന് നൽകി എന്നാണ് വിക്ടർ ഹ്യൂഗോ റൊമാൻറ്റിസിസത്തെ ഡിഫൈൻ ചെയ്തത്. ഇമാജിനേഷൻ, ഇമോഷൻ ആൻഡ് ഫ്രീഡം ആർ ദ ഫോക്കൽ പോയിൻറ്റ്സ് ഓഫ് റൊമാൻറ്റിസിസം. ഇനി റൊമാൻറ്റിസിസത്തിലെ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് imagination, emotion and freedom. Characteristics of the literature of romanticism includes subjectivity and an emphasis on individualism, spontaneity, freedom from rules, a marked devotion to beauty, love for nature,
fascination for the past, especially the myths and mysticism of the Middle Ages, and a vehement belief that imagination is superior to reason. ഈ പറഞ്ഞതെല്ലാം റൊമാൻറ്റിസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വിശേഷണങ്ങളാണ്. അതായത് എന്തിനൊക്കെയാണ് റൊമാൻറ്റിസിസം കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സബ്ജക്റ്റിവിറ്റി, അതായത് സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. ഒരാളുടെ ഇൻഡിവിജ്വലായിട്ട് അയാൾക്ക് എന്താണോ തോന്നുന്നത് ആ സബ്ജക്റ്റിവിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ആൻഡ് ആൻ എംഫസിസ് ഓൺ ഇൻഡിവിജ്വാലിസം, അത് തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക്, കൂടുതൽ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കുക. ഫ്രീഡം ഫ്രം റൂൾസ്, പിന്നെ അതുവരെ പ്രിവാലൻ്റ് ആയിട്ടുള്ള ആ റൂൾസ്, റിജിഡ് റൂൾസിൽ നിന്ന്, ഒരു പോയട്രി എങ്ങനെയായിരിക്കണം എന്നുള്ള കറക്റ്റായിട്ടുള്ള റൂൾസിൽ നിന്നുള്ള ഫ്രീഡം. എ മാർക്ക്ഡ് ഡിവോഷൻ ടു ബ്യൂട്ടിയോടുള്ള കടുത്ത ആരാധന. ലവ് ഫോർ നേച്ചർ, പ്രകൃതിയോടുള്ള സ്നേഹം. ഫാസിനേഷൻ ഫോർ ദ പാസ്റ്റ്, എസ്പെഷ്യലി ദ മിത്സ് ആൻഡ് മിസ്റ്റിസിസം ഓഫ് ദ മിഡിൽ ഏജസ്. പാസ്റ്റിനോടുള്ള, കഴിഞ്ഞുപോയ കാര്യങ്ങളോടുള്ള ഒരു ഫാസിനേഷൻ, ഒരു അട്രാക്ഷൻ, പ്രത്യേകിച്ചും മിഡിൽ ഏജസിൽ നിലവിലുണ്ടായിരുന്ന മിത്സ് ആൻഡ് മിസ്റ്റിസിസത്തോടുള്ള ആ നിഗൂഢതയോടൊക്കെയുള്ള ഫാസിനേഷൻ. ആൻഡ് എ വെഹിമെൻറ്റ് ബിലീഫ് ദാറ്റ് ഇമാജിനേഷൻ ഈസ് സുപ്പീരിയർ ടു റീസൺ. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് ദാറ്റ് ഇമാജിനേഷൻ ഈസ് സുപ്പീരിയർ ടു റീസൺ. ഇമാജിനേഷൻ എന്ന് പറയുന്നത് റീസണേക്കാട്ടിലും സുപ്പീരിയർ തന്നെയാണ് എന്നുള്ള ഒരു ബിലീഫ്. അതായത് ക്ലാസിക് റൈറ്റേഴ്സൊക്കെ പറഞ്ഞിരുന്നത് പോലെ റീസൺ ആണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള ചിന്ത റൊമാൻറ്റിക് റൈറ്റേഴ്സിനില്ല. അവരുടെ അഭിപ്രായത്തിൽ ഇമാജിനേഷൻ ഈസ് സുപ്പീരിയർ ടു റീസൺ. Apart from the important romantic writers of England like Wordsworth, Coleridge, Byron, Shelley and Keats, the romantic creed also include American writers like Ralph Waldo Emerson, Nathaniel Hawthorne, Edgar Allan Poe, Henry David and Walt Whitman. English writers ആയിട്ടുള്ള വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ് ഇവരൊക്കെയാണ് ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട റൊമാൻറ്റിക് റൈറ്റേഴ്സ്. ഇവർക്ക് പുറമെ അമേരിക്കൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള റാൽഫ് വാൾഡോ എമേഴ്സൺ, നഥാനിയൽ ഹോത്തോൺ, എഡ്ഗർ അലൻ പോ, ഹെൻറി ഡേവിഡ് ആൻഡ് വാൾട്ട് വിറ്റ്മാൻ ഇവരെല്ലാം റൊമാൻറ്റിസിസത്തെ ഫോളോ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സാണ്. Towards the end of the 18th century, we see Victorian critics led by Matthew Arnold attaching new dimensions and scope to the function of the critic, rejecting many of the principles of the Romanticists. ഇനി 18th സെഞ്ച്വറിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാം മാത്യു അർണോൾഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം വിക്ടോറിയൻ ക്രിറ്റിക്സ്. അവർ പുതിയ ഡയമെൻഷൻസൊക്കെ ഫങ്ഷൻസ് ഓഫ് ക്രിറ്റിക്സിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് 18th സെഞ്ച്വറിൻ്റെ അവസാനം ആവുമ്പോഴേക്കും ഈ റൊമാൻറ്റിസിസത്തിന് എതിരെയുള്ള ക്രിറ്റിക്സും ഒരുപാട് വരുന്നുണ്ട്.